ചർച്ചകൾക്കൊടുവിൽ പി.ജെ. ജോസഫിന് സീറ്റില്ല. മാണി വിഭാഗത്തിൽ തന്നെ സീറ്റ് നിലനിർത്താൻ തീരുമാനമായി. തോമസ് ചാഴിക്കാടനോ സ്റ്റീഫൻ ജോർജോ കോട്ടയത്ത് സ്ഥാനാർത്ഥിയാകും. ഇതു സംബന്ധിച്ച ഔദ്യോഗിക തീരുമാനം വന്നിട്ടില്ല. എന്നാൽ ജോസഫിന് സീറ്റില്ലെന്ന വാർത്തകളെ ജോസ് കെ മാണി നിഷേധിച്ചില്ല. ഇത് കഴിഞ്ഞിട്ട് പാർട്ടി ലീഡർ തന്നെ പറയും ഇന്ന് പറ്റുമോ നാളെയാണെന്നോളൂ. എല്ലാവരുമായിട്ട് ബന്ധപ്പെടണമല്ലോ. ഇന്നല്ലെങ്കിൽ മാണിയുടേത് ഇടത് സ്ഥാനാർത്ഥി വി.എൻ. വാസവനെ ജയിപ്പിക്കാനുള്ള നീക്കമാണെന്ന് പി.സി. ജോർജ് എം.എൽ.എ ന്യൂസ് 18നോട് പറഞ്ഞു. ഇത് മനഃപൂർവ്വം വാസവനെ അപമാനിച്ചെന്ന് മാത്രമല്ല, രാഷ്ട്രീയമായി അദ്ദേഹത്തെ ചെയ്യാവുന്ന ഏറ്റവും വലിയ ക്രൂരത ജോസഫോട് കാണിച്ചു എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഇവിടെ വാസവനെ ജയിപ്പിക്കണമെന്ന് മാണിക്ക് നിർബന്ധമാണ്. കാരണം ജോസ് കെ മാണിയും വാസവനും കൂടി കഴിഞ്ഞ ജില്ലാ പഞ്ചായത്തിൽ ചെറിയ കച്ചവടം നടത്തുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം, എം.എൽ.എമാർക്ക് മുഴുവൻ അറിയാം. ആ കെ.സി. ജോസഫ് എം.എൽ.എ ഉണ്ടെന്ന് വിളിച്ചു ചോദിച്ചാൽ അദ്ദേഹം പറയും. ഞാൻ പറഞ്ഞൊന്നും വേണ്ട, കെ.സി. ജോസഫ് കൂടെ ഒന്ന് നിങ്ങൾ വിളിച്ചു ചോദിക്കൂ. ആ കച്ചവടത്തിന് പ്രത്യുപകാരം ജോസ് കെ മാണി ചെയ്യണം. വാസവന് തന്നെ എം പി ആക്കാൻ പറ്റുമോ എന്ന് ഒരു ശ്രമം ന്യായമല്ല. ഇങ്ങോട്ടൊരു സഹായം ചെയ്തു, അങ്ങോട്ടൊരു സഹായം ചെയ്തു. ജി ശ്രീജിത്ത് ചേരുന്നു കോട്ടയത്ത് നിന്ന്. കേരള കോൺഗ്രസ് മറ്റൊരു പിളർപ്പിലേക്ക് പോകുമോ എന്ന ആകാംക്ഷയിൽ തന്നെയാണ് ശ്രീജിത്ത്. രാഷ്ട്രീയ കേരളം ഇപ്പോഴുള്ളത്. കോട്ടയത്ത് നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഔദ്യോഗിക പ്രഖ്യാപനം എപ്പോഴുണ്ടാകും? ഒരുപക്ഷെ നാളെ വരെ കാത്തിരിക്കേണ്ട ഒരു ഔദ്യോഗിക പ്രഖ്യാപനത്തിന് ഏതാണ്ട് ഒരു ദിവസം മുഴുവൻ നീണ്ടുനിന്ന നാടകീയ രംഗങ്ങൾക്കൊരു ഒടുവിലാണ് ജോസഫിനെ അരിഞ്ഞു വീഴ്ത്തി മാണി സ്വന്തം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്നത്. സ്റ്റീഫൻ ജോർജോ തോമസ് ചാഴിക്കാടനോ ആയിരിക്കും സ്ഥാനാർത്ഥി എന്നതാണ് സൂചന. സ്റ്റീഫൻ ജോർജിനാണ് മുന്തിയ പരിഗണന ഇപ്പോൾ ലഭിക്കുന്നതെന്നും അറിയുന്നു. ജില്ലാ കമ്മിറ്റിയുടെ എതിർപ്പ് നേരത്തെ രാവിലെ തന്നെ പരസ്യമാക്കി അവർ പ്രഖ്യാപിച്ചിരുന്നു. ജോസഫിനെ പറ്റില്ല, ഈ മണ്ഡലത്തിൽ നിന്നുള്ള മാണി വിഭാഗക്കാർ തന്നെ വേണമെന്ന നിലപാട് അവർ വ്യക്തമാക്കിയിരുന്നു. അതിനു പുറമെ 7 മണ്ഡലം കമ്മിറ്റികളെയും അണിനിരത്തിക്കൊണ്ട് ഏതാണ്ട് വലിയൊരു നേതാക്കളുടെ വലിയൊരു കൂട്ടം തന്നെ മാണി സ്വന്തം വസതിക്ക് മുന്നിൽ എത്തിച്ചുകൊണ്ടുള്ള ഒരു നാടകീയ നീക്കത്തിന് ഒടുവിലാണ് ഇക്കാര്യത്തിൽ നിർണായകമായൊരു തീരുമാനത്തിലേക്ക് മാണി എത്തിയിരിക്കുന്നത്. പി.ജെ. ജോസഫിന്റെ പ്രതികരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. മാണി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചാൽ മാത്രമേ ഒരു പ്രതികരണം ഉണ്ടാകുകയുള്ളൂ. എന്തായാലും ചർച്ചകൾ പൂർത്തിയാക്കി മാണി പാലയിലെ വസതിയിൽ നിന്ന് മടങ്ങിയിരിക്കുകയാണ്. ഇന്നോ നാളെയോ മറ്റോ ഇക്കാര്യത്തിലൊരു നിലപാട് അറിയിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് മാണി അവിടെ നിന്ന് മടങ്ങിയത്. എന്തായാലും ജോസഫിന്റെ നിലപാട് തന്നെയായിരിക്കും ഇനി കേരള കോൺഗ്രസിന് നിർണായകമാകുക. ഒരു പിളർപ്പുണ്ടാകുമോ എന്നത് സംബന്ധിച്ച് ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. കാരണം ഒരു മുതിർന്ന നേതാവാണ് താൻ ഇത്തരത്തിലൊരു അഭിപ്രായം പ്രകടിപ്പിച്ചിട്ട് തന്നെ അപമാനിക്കുന്ന നിലപാടിലേക്കാണ് കാര്യങ്ങൾ എത്തിയത് എന്ന് ജോസഫിനൊപ്പമുള്ളവർ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ ജോസഫ് എന്തു പറയും എന്നുള്ളത് തന്നെയാണ് ഇനി രാഷ്ട്രീയ കേരളം കാതോർത്തിരിക്കുന്നത്. തീർച്ചയായും അത് തന്നെയായിരിക്കും രാഷ്ട്രീയ കേരളത്തിന് കാതോർത്തിരിക്കുന്നത്. പി.ജെ. ജോസഫിന്റെ പ്രതികരണമാണ് ആദ്യം വരാനുള്ളത്. ശ്രീജിത്താണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഇന്നും തീരുമാനമായില്ല. സ്ക്രീനിംഗ് കമ്മിറ്റി വെള്ളിയാഴ്ച വീണ്ടും യോഗം ചേരും. ആലപ്പുഴ, വയനാട്, ഇടുക്കി സീറ്റുകളിലാണ് അവ്യക്തത തുടരുന്നത്. എറണാകുളത്ത് കെ.വി. തോമസ് തുടരണോ എന്നതിൽ തീരുമാനം രാഹുൽ ഗാന്ധിക്ക് വിട്ടു. വടകരയിൽ മുല്ലപ്പള്ളിയെങ്കിൽ കെ.കെ. രമയെ പിന്തുണയ്ക്കുമെന്ന ആവശ്യം ഉയർന്നു. മത്സരിക്കാനില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഉമ്മൻചാണ്ടിയും മുല്ലപ്പള്ളിയും. പ്രാഥമിക പട്ടികയിൽ ഡൽഹി ചർച്ച 5 മണിക്കൂർ നീണ്ടു. പക്ഷേ തീരുമാനത്തിലെത്തിയില്ല. ഇതോടെയാണ് സ്ക്രീനിംഗ് കമ്മിറ്റി വീണ്ടും വെള്ളിയാഴ്ച ചേരാൻ തീരുമാനിച്ചത്. മുകുൾ വാസ്നിക് അധ്യക്ഷനായ സമിതി പി.ജെ. കുര്യൻ, പി.സി. ചാക്കോ, വി.ഡി. സതീശൻ, കെ. സുധാകരൻ എന്നീ നേതാക്കളുടെ അഭിപ്രായമാരാഞ്ഞു. മുതിർന്ന നേതാക്കളായ ഉമ്മൻചാണ്ടിയും മുല്ലപ്പള്ളി രാമചന്ദ്രനും കെ.സി. വേണുഗോപാലും മത്സരിക്കണമെന്നാണ് ഉയർന്ന പൊതുവികാരം. എന്നാൽ മത്സരിക്കാനില്ലെന്ന നിലപാടിൽ ഇവർ ഉറച്ചുനിന്നു. ഇതോടെ വടകര, ഇടുക്കി, ആലപ്പുഴ സീറ്റുകളുടെ കാര്യത്തിൽ അനിശ്ചിതത്വമായി. ഈ 3 സീറ്റുകളിലെ തീരുമാനം മറ്റു മണ്ഡലങ്ങളെ കൂടി സ്വാധീനിക്കും. Tomorrow is the working committee and then Congress president will be going to Tamil Nadu and Kerala. And after Congress president's visit to Kerala, on the 15th morning we will have our meeting and finalize our recommendations. ഇത്തവണ മത്സരിക്കില്ലെന്ന വാർത്ത കെ. സുധാകരൻ തന്നെ തിരുത്തി. സുധാകരൻ കണ്ണൂരിൽ തന്നെ ഇറങ്ങും. മത്സരിക്കാൻ ബാധ്യസ്ഥനാണ്. മത്സരിക്കുമെന്നല്ല, മത്സരിക്കാൻ പാർട്ടിയിൽ നിൽക്കുന്ന കാലം വരെ ഞാൻ ബാധ്യസ്ഥനാണ്. എറണാകുളം മണ്ഡലത്തിൽ കെ.വി. തോമസിനെ മാറ്റണമെന്ന ആവശ്യമുയർന്നു. ഹൈബീഡിന്റെ പേരാണ് പകരമുയർന്നത്. എന്നാൽ സിറ്റിംഗ് എം.പിയെ മാറ്റണമെങ്കിൽ കോൺഗ്രസ് അധ്യക്ഷന്റെ അനുമതി വേണം. ആലപ്പുഴയിൽ കെ.സി. വേണുഗോപാൽ പിന്മാറിയതോടെ അടൂർ പ്രകാശും ഷാനിമോൾ ഉസ്മാനും പട്ടികയിൽ ഇടം പിടിച്ചു.
ഉമ്മൻചാണ്ടി മത്സരിക്കാൻ തയ്യാറായാൽ പത്തനംതിട്ടയിൽ നിന്ന് ആന്റോ ആന്റണിയെ ഇടുക്കിയിലേക്ക് മാറ്റും. സിറ്റിംഗ് എംപിമാരായ കൊടിക്കുന്നിൽ സുരേഷ്, MK രാഘവൻ, ശശി തരൂർ എന്നിവർ തുടരും. ഷാനിമോൾ ഉസ്മാനും ടി സിദ്ദിഖും ശക്തമായ അവകാശവാദവുമായി രംഗത്തെത്തിയെങ്കിലും വയനാട് മണ്ഡലത്തെപ്പറ്റി ചർച്ചകളുണ്ടായില്ല. കാസർഗോഡ് B. സുബ്ബയ്യറായി തന്നെയാകും സ്ഥാനാർത്ഥി. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടും കോൺഗ്രസിൽ ചർച്ചകൾ തുടരുക തന്നെയാണ്. മുതിർന്ന നേതാക്കൾ മത്സരിക്കാനില്ലെന്ന് പ്രഖ്യാപിച്ചതോടെയാണ് പാർട്ടി കൂടുതൽ പ്രതിസന്ധിയിലായത്. കോൺഗ്രസ് വാർ റൂമിന് മുന്നിൽ നിന്നും ക്യാമറമാൻ ബിനു ബേസിലിനൊപ്പം M. ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18. സ്ഥാനാർത്ഥികളെ ആദ്യം തന്നെ പ്രഖ്യാപിച്ചതിലൂടെ കിട്ടിയ മുൻതൂക്കം പ്രചാരണം സജീവമാക്കിയിരിക്കുകയാണ് ഇടതുമുന്നണി. UDFന്റെയും BJPയുടെയും സ്ഥാനാർത്ഥി നിർണയം തീരുമാനമാകാതെ തുടരുമ്പോൾ കൺവെൻഷനും റോഡ് ഷോയും അടക്കം നടത്തി ആദ്യഘട്ട പ്രചാരണം പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് ഇടതു സ്ഥാനാർത്ഥികൾ. ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കുക എന്നുള്ളതിനാണ്. സംഘപരിവാർ നേതൃത്വം കൊടുക്കുന്ന NDA ഗവൺമെന്റിനെ താഴെ ഇറക്കുക. ഇതിനൊരു അവസരം അവർക്കില്ലാതിരിക്കുക. ആറ്റിങ്ങലിൽ A. സമ്പത്തിന്റെ പ്രചാരണ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയായിരുന്നു. ആലപ്പുഴയിൽ AM ആരിഫിന്റെ കൺവെൻഷനായിരുന്നു VS അച്യുതാനന്ദൻ പങ്കെടുത്തത്. BJPയും കോൺഗ്രസും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. അതിനാൽ നമുക്ക് കോൺഗ്രസിന്റെ നയങ്ങൾക്കെതിരെയും പോരാടേണ്ടിയിരിക്കുന്നു. പാർലമെന്റിൽ ഇടതുപക്ഷത്തിന്റെ സാന്നിധ്യം എന്നത് ഇന്ത്യയുടെ കരുത്താണ്. എറണാകുളത്ത് ഇടത് സ്ഥാനാർത്ഥി P. രാജീവിന്റെ കോളേജുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രചാരണത്തിന് സെന്റ് തെരേസാസിൽ തുടക്കമായി. പരിചയപ്പെടുന്നവരും വോട്ട് അഭ്യർത്ഥിക്കുന്നവരുമെല്ലാം നല്ല രീതിയിലാണ് പ്രതികരിക്കുന്നത്. ഇന്ന് സെന്റ് തെരേസാസ് കോളേജ് കഴിഞ്ഞ കുറെ കാലമായി എനിക്ക് നല്ല ബന്ധമുള്ള ഒരു കോളേജാണ്. ഇത് MP ആയിരിക്കുമ്പോഴും MP അല്ലാതിരിക്കുമ്പോഴും സന്ദർഭത്തിലെല്ലാം പല പരിപാടികളിലും ഈ കോളേജിന്റെ ക്ഷണം സ്വീകരിച്ച് വരാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴെല്ലാം നല്ല ആഴത്തിലുള്ള ബന്ധമുള്ള ഒരു സ്ഥാപനമാണ്. സ്ഥാനാർത്ഥി നിർണയത്തിലെ മുൻതൂക്കം ഫലത്തിലുമുണ്ടാകുമെന്ന് ഇടത് സ്ഥാനാർത്ഥികൾ പ്രതീക്ഷിക്കുന്നു. പ്രവർത്തനത്തിൽ എത്രത്തോളം ഫലവത്തായി ഇടപെടാനാവുന്നു എന്നുള്ളതാണ്. അല്ലാതെ വേറെ അവിടെ ഇവിടെ പോയിട്ട് ഇങ്ങനെ സാന്നിധ്യം അറിയിക്കൽ എന്നുള്ളതല്ല. അല്ലാതെ അത് നമുക്ക് നന്നായി MLA എന്ന നിലയിൽ ചെയ്യാനായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. വികസന പദ്ധതികൾ ജനം കണക്കിലെടുത്താൽ വോട്ടായിട്ട് വരും, വൻഭൂരിപക്ഷം വരും. ഇനി അത് മനസ്സിലായില്ലെങ്കിൽ എനിക്ക് നിവൃത്തിയില്ല. അപ്പൊ എനിക്കും മനസ്സിലാവില്ല. അത്രയേ ഉള്ളൂ. വയനാട്ടിലെ ഇടത് സ്ഥാനാർത്ഥി PP സുനീർ താമരശ്ശേരി ബിഷപ്പിനെ സന്ദർശിച്ചു. പ്രധാനപ്പെട്ട വ്യക്തികളെയും സ്ഥാപനങ്ങളെയും എല്ലാം സന്ദർശിച്ച് അവരുടെയൊക്കെ സഹകരണം, പിന്തുണ അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയും സൗഹൃദ സന്ദർശനമാണ് നടത്തിവരുന്നത്. എല്ലാ കാലത്തും UDF സ്ഥാനാർത്ഥി നിർണയം വൈകാറുണ്ടെന്നും അതൊന്നും പ്രചരണത്തെ ബാധിക്കില്ലെന്നും UDF നേതാക്കൾക്ക് ആത്മവിശ്വാസം. ഈ നേരത്തെ പ്രഖ്യാപിച്ചോലാണ് ഇപ്പോൾ വളരെയധികം സമയം കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസിന്റെ കാൻഡിഡേറ്റ് വരാൻ 3-4 ദിവസം എടുത്തു എന്ന് വിചാരിച്ച് ഒന്നും സംഭവിക്കാനില്ല. വന്നു കഴിയുമ്പോൾ അതിൻ്റെതായ എന്തൂസിയാസത്തോടു കൂടി ഞങ്ങൾ ഇറങ്ങും. ന്യൂസ് 18 തിരുവനന്തപുരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFന്റെ വിജയത്തിനായി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്ന് LJD സംസ്ഥാന അധ്യക്ഷൻ MV ശ്രീയാംസ്കുമാർ. വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ മാന്യമായ പരിഗണന നൽകുമെന്ന് LDF ഉറപ്പു തന്നിട്ടുണ്ട്. സീറ്റ് കിട്ടാത്തതിൽ ജില്ലാ കമ്മിറ്റിക്ക് മാത്രമല്ല സംസ്ഥാന കമ്മിറ്റിക്ക് മുഴുവൻ അതൃപ്തിയുണ്ടെന്നും ശ്രീയാംസ്കുമാർ വ്യക്തമാക്കി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ വേണ്ടി പാർട്ടി ഒന്നടക്കം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നാണ് അവിടെ എടുത്ത തീരുമാനം. ഈ സീറ്റ് ഇത്തവണ നിങ്ങൾ നിർബന്ധിക്കരുത്, പിന്നീട് പരിഗണന നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെ ഫോർമുല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതിയ ഫോർമുലയൊന്നുമല്ല. നിയമസഭാ പിന്നെ ഇലക്ഷൻ വരും, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരും. അതിലെല്ലാം തന്നെ ഞങ്ങൾക്ക് അർഹമായ പ്രാതിനിധ്യം തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് സിറ്റിംഗ് സീറ്റ് ഇല്ലല്ലോ. സിറ്റിംഗ് സീറ്റ് ഇല്ലാത്ത ഒരു പാർട്ടിക്ക് സീറ്റ് തരും തന്നെയാണ് പറഞ്ഞത്. MV ജയരാജനെ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. P. ജയരാജൻ വടകരയിലെ LDF സ്ഥാനാർത്ഥിയായ സാഹചര്യത്തിലാണ് മാറ്റം. ജില്ലാ കമ്മിറ്റിയിലേക്ക് വീണ്ടും എത്തിയ P. ശശിയും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് MV ജയരാജൻ വീണ്ടും കണ്ണൂർ രാഷ്ട്രീയത്തിലേക്ക്. വടകര സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച P. ജയരാജനെ മാറ്റിയാണ് MV ജയരാജനെ ഇന്ന് ചേർന്ന കണ്ണൂർ ജില്ലാ കമ്മിറ്റി സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത്. ജില്ലാ സെക്രട്ടറിയുടെ പകരം ചുമതല നൽകുക എന്ന കീഴ്വഴക്കം മറികടന്നാണ് തിരഞ്ഞെടുപ്പ്. P. ജയരാജൻ ഷുക്കൂർ വധക്കേസിൽ റിമാൻഡിലായപ്പോഴും കതിരൂർ മനോജ് വധക്കേസിൽ നിയമ നടപടി നേരിട്ടപ്പോഴും MV ജയരാജന് പകരം ചുമതല നൽകുക മാത്രമാണ് ചെയ്തിരുന്നത്. എന്നാൽ ഇത്തവണ പൂർണ്ണമായും മാറ്റി. 2011 മുതലുള്ള 8 വർഷം സെക്രട്ടറിയായി ചുമതല വഹിച്ചാണ് P. ജയരാജൻ സ്ഥാനം ഒഴിയുന്നത്. MV ജയരാജനെ
CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി ഐകകണ്ഠ്യേന തെരഞ്ഞെടുത്ത കാര്യം അറിയിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനം രാജിവെച്ചതായും പുതിയ നിയമനം ഉടൻ ഉണ്ടാകുമെന്നും MV ജയരാജൻ പ്രതികരിച്ചു. ജില്ലാ സെക്രട്ടറിയുടെ ഉത്തരവാദിത്തം നിർവഹിക്കുകയും ചെയ്യുക എന്നതാണ് എൻ്റെ മുമ്പിലുള്ള ഉത്തരവാദിത്തം. പാർട്ടി ഏൽപ്പിക്കുന്ന എല്ലാ ചുമതലയും സത്യസന്ധമായി ജനങ്ങൾക്ക് വേണ്ടിയും പാർട്ടിക്ക് വേണ്ടിയും നിറവേറ്റുക എന്നതാണ് ഞാൻ ഇതുവരെ സ്വീകരിച്ചു വന്നിട്ടുള്ള സമീപനം. നേരത്തെ ലൈംഗിക ആരോപണത്തിൽ P ശശിക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടായപ്പോഴാണ് P ജയരാജൻ ജില്ലാ സെക്രട്ടറിയായത്. ജയരാജനെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയ യോഗത്തിൽ തന്നെ ശശി ജില്ലാ കമ്മിറ്റിയിലേക്ക് മടങ്ങിയെത്തി. P ജയരാജന്റെ പ്രചരണ ചുമതലകൾ P ശശിയെ ഏൽപ്പിക്കും. ശശി വൈകാതെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാകുമെന്നാണ് സൂചന. മനു ഭരത്, ന്യൂസ് 18 കണ്ണൂർ. ശബരിമല പ്രചാരണ വിഷയമാക്കുന്നതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നറിയിപ്പ്. ദൈവത്തിന്റെ പേരിലും മതത്തിന്റെ പേരിലുമുള്ള വോട്ടുപിടുത്തം ചട്ടലംഘനമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ. സംസ്ഥാനം തെരഞ്ഞെടുപ്പിന് സജ്ജമെന്നും ടിക്കാറാം മീണ വ്യക്തമാക്കി. ശബരിമല പ്രധാന തെരഞ്ഞെടുപ്പ് പ്രചരണ വിഷയമാക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകുന്നതിനിടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നറിയിപ്പ്. ദൈവത്തിന്റെ പേരിൽ ഇൻസൈഡ് ദ ഫീലിംഗ്സ് I think that is a violation of the model code of സുപ്രീം കോടതിയിൽ പറഞ്ഞ കാര്യങ്ങൾ അതേ രീതിയിൽ പറയേണ്ടതാണ്. അതിൽ വേറെ വ്യാഖ്യാനങ്ങൾ ഒന്നും വേണ്ടല്ലോ. നാളെ ചേരുന്ന രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗത്തിലും കമ്മീഷൻ ഈ വിഷയം ഉന്നയിക്കും. ക്രിമിനൽ കേസിന്റെ വിശദാംശങ്ങൾ സ്ഥാനാർത്ഥികളും പാർട്ടി സ്ഥാനാർത്ഥികളുടെ ക്രിമിനൽ പശ്ചാത്തലം രാഷ്ട്രീയ പാർട്ടികളും പത്രപരസ്യത്തിലൂടെ ജനത്തെ അറിയിക്കണം. പെരുമാറ്റച്ചട്ടം കർശനമായി പാലിക്കാൻ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും കമ്മീഷൻ നിർദ്ദേശം നൽകി. സംസ്ഥാനത്താകെ 2,54,8,711 വോട്ടർമാരാണുള്ളത്. പുരുഷ വോട്ടർമാർ 1,22,97,403 പേർ. സ്ത്രീ വോട്ടർമാർ 1,31,11,189 പേർ. 119 ട്രാൻസ്ജെൻഡേഴ്സും പട്ടികയിലുണ്ട്. 2 ലക്ഷം വോട്ടർമാരുടെ അപേക്ഷ കൂടി പരിഗണനയിലാണ്. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്ന ദിവസം വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. അതിനുശേഷമാകും അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക. ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ല മലപ്പുറം, 30,47,923 പേർ. കുറവ് വയനാട്ടിൽ 5,81,245 പേർ. എല്ലായിടത്തും VVPAT മെഷീനുകൾ ഉപയോഗിച്ചാകും വോട്ടെടുപ്പ്. പ്രശ്നബാധിത ബൂത്തുകൾ 750. ന്യൂസ് 18 തിരുവനന്തപുരം. ശബരിമലയിലെ സർക്കാർ നിലപാട് ചർച്ച ചെയ്യരുതെന്ന് നിർദ്ദേശിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അധികാരമില്ലെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി K. സുരേന്ദ്രൻ. ശബരിമല ഉൾപ്പെടെയുള്ള എല്ലാ വിഷയങ്ങളും പ്രചാരണ വിഷയമാക്കാൻ രാഷ്ട്രീയ കക്ഷികൾക്ക് അവകാശമുണ്ടെന്നും K. സുരേന്ദ്രൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ ചട്ടം ലംഘിക്കുന്നുണ്ടോ, മതപരമായിട്ടുള്ള വിദ്വേഷം നടത്തുന്ന പ്രചാരണങ്ങൾ നടത്തുന്നുണ്ടോ എന്നൊക്കെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിധിയിൽ വരുന്നത്. അല്ലാതെ ശബരിമല ചർച്ച ചെയ്യാമോ അയോധ്യ ചർച്ച ചെയ്യാമോ ഇതൊന്നും പറയാനുള്ള അധികാരം തെരഞ്ഞെടുപ്പ് കമ്മീഷനില്ല. അത് രാഷ്ട്രീയ പാർട്ടികളുടെ സ്വാതന്ത്ര്യമാണ്. നാട്ടിൽ നടക്കുന്ന എല്ലാ വിഷയങ്ങളും തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും. നാം കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു ജനാധിപത്യ സംവിധാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. നാട്ടിൽ നടക്കുന്ന എല്ലാ വിഷയങ്ങളും തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാവും. ശബരിമല വിഷയത്തിൽ സർക്കാർ എടുത്ത നിലപാട് 100% തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാവും. അതിൽ ആർക്കും ഇടപെടാൻ കഴിയില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള BJP സ്ഥാനാർത്ഥി നിർണയം വൈകുന്നു. പത്തനംതിട്ട, പാലക്കാട് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ആശയക്കുഴപ്പമുണ്ട്. സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകാനുള്ള കോർ കമ്മിറ്റി യോഗം കോട്ടയത്ത് പുരോഗമിക്കുകയാണ്. ശ്യാം ദേവരാജ് ചേരുന്നു കോട്ടയത്ത് നിന്ന്. ശ്യാമ, കോർ കമ്മിറ്റി ഇപ്പോഴും തുടരുകയാണോ? സ്ഥാനാർത്ഥി നിർണയം വൈകും എന്നുള്ള സൂചന തന്നെയാണോ ലഭിക്കുന്നത്? വിവരങ്ങൾ. തീർച്ചയായും ധന്യ, സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇതുവരെയും പൂർണ്ണമായ ഒരു യോജിപ്പിലെത്താൻ കോർ കമ്മിറ്റി യോഗത്തിന് കഴിഞ്ഞിട്ടില്ല. കാരണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 2 മണ്ഡലങ്ങളിലെ തർക്കമാണ്. അതായത് പത്തനംതിട്ട മണ്ഡലത്തിലെയും പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചാണ് ഇപ്പോൾ കോർ കമ്മിറ്റി യോഗം ചർച്ച ചെയ്യുന്നത്. ഇതിൽ പാലക്കാട് മണ്ഡലത്തിൽ 2 പേരുകളാണ് കോർ കമ്മിറ്റി പരിഗണിക്കുന്നത്. അതിലൊന്ന് സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ളയുടെ പേരും രണ്ടാമത്തത് സംസ്ഥാന ജനറൽ സെക്രട്ടറി K. സുരേന്ദ്രൻ്റെ പേരുമാണ്. ശബരിമല വിഷയം കൂടി മുൻനിർത്തിയാണ് ഇവർ ഈ സീറ്റിൽ ഇവരെ 2 പേരെയും പരിഗണിക്കുന്നത്. 2 പേർക്കും ഇതിൽ K. സുരേന്ദ്രനാണ് സ്ഥാനാർത്ഥിയായി കൂടുതൽ പരിഗണന നൽകുന്നത്. പക്ഷേ ഇതിൽ തീരുമാനം നീളുകയാണ്. രണ്ടാമത്തേത് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിന്റെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചാണ്. ഇവിടെ ശോഭാ സുരേന്ദ്രന് സീറ്റ് നൽകണം എന്നതാണ് ഒരു വിഭാഗത്തിന്റെ താല്പര്യം. പക്ഷേ ജില്ലാ കമ്മിറ്റി BJP സ്ഥാനാർത്ഥി നിർണയം വൈകുകയാണ്. കോർ കമ്മിറ്റി യോഗം കോട്ടയത്ത്
പുരോഗമിക്കുന്നു. ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഫ്ലെക്സ് ബോർഡുകൾ ഉപയോഗിക്കുന്നതിന് ഹൈക്കോടതിയുടെ ഇടക്കാല വിലക്ക്. ജീർണിക്കുന്ന വസ്തുക്കൾ മാത്രമേ പ്രചാരണത്തിന് ഉപയോഗിക്കാവൂ എന്ന് കോടതി അറിയിച്ചു. ഫ്ലെക്സ് നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ ഇറക്കിയ ഉത്തരവ് സംസ്ഥാനത്ത് ബാധകമാണെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പരിസ്ഥിതി സൗഹാർദ്ദ വസ്തുക്കൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്നാണ് ഹൈക്കോടതി ഉത്തരവ്. ഫ്ലക്സ് ബോർഡുകൾക്ക് നിരോധനം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് BS ശ്യാംകുമാർ സമർപ്പിച്ച പൊതു താൽപര്യ ഹർജിയിലാണ് കോടതി ഉത്തരവിട്ടത്. കഴിഞ്ഞ ജനുവരിയിൽ വനം പരിസ്ഥിതി മന്ത്രാലയം ഫ്ലക്സ് നിയന്ത്രണം സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിറക്കി. പ്ലാസ്റ്റിക് ബാനറുകൾ, ബോർഡുകൾ തുടങ്ങിയവ ഉപയോഗിക്കരുതെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. ഇത് കർശനമായി സംസ്ഥാനത്ത് നടപ്പാക്കണമെന്നാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. പാതയോരത്തെ അനധികൃത ഫ്ലക്സ്, പരസ്യ ബോർഡുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിമാർ മുൻകൈയെടുത്ത് നീക്കം ചെയ്യണമെന്ന് ഫെബ്രുവരി 27-ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. 10 ദിവസത്തിനകം ബോർഡുകൾ നീക്കം ചെയ്തില്ലെങ്കിൽ ഉദ്യോഗസ്ഥരിൽ നിന്നും പിഴ ഈടാക്കാനും ഹൈക്കോടതി ഉത്തരവിട്ടു. ന്യൂസ് 18 കൊച്ചി. ഉത്സവത്തിനും മീനമാസ പൂജകൾക്കുമായി ശബരിമല നട തുറന്നു. ക്ഷേത്രം തന്ത്രി കണ്ഠരര് രാജീവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മേൽശാന്തി VN വാസുദേവൻ നമ്പൂതിരിയാണ് വൈകിട്ട് നട തുറന്നത്. 10 ദിവസത്തെ ഉത്സവത്തിനും മീനമാസ പൂജകൾക്കുമായി വൈകിട്ട് 5 മണിക്കാണ് ശബരിമല നട തുറന്നത്. ക്ഷേത്രം തന്ത്രി കണ്ഠരര് രാജീവര് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നട തുറന്നപ്പോൾ തന്നെ അയ്യപ്പനെ ദർശിക്കാൻ നിരവധി ഭക്തരാണ് എത്തിയത്. തുടർന്ന് ശ്രീകോവിലിന്റെ സ്വർണം പൂശിയ പുതിയ വാതിലിന്റെ സമർപ്പണ ചടങ്ങ് നടന്നു. നാളെ രാവിലെ 7:30-നാണ് ഉത്സവത്തിന് കൊടിയേറുക. ക്ഷേത്രതന്ത്രി കണ്ഠരര് രാജീവരുടെ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ ചടങ്ങ്. ഈ മാസം 21-നാണ് ആറാട്ട് എഴുന്നള്ളിപ്പും പമ്പ ആറാട്ടും നടക്കുക. ഉത്സവത്തോടനുബന്ധിച്ച് സന്നിധാനത്തും പമ്പയിലും നിലയ്ക്കലിലും കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വനിതാ പോലീസ് അടക്കം 1000-ഓളം പോലീസുകാരെയാണ് സുരക്ഷയ്ക്കായി നിയോഗിച്ചിരിക്കുന്നത്. SS ശരൺ, ന്യൂസ് 18 സന്നിധാനം. പുൽവാമ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരന്മാരിൽ ഒരാളായ മുദാസിർ അഹമ്മദ് ഖാൻ കൊല്ലപ്പെട്ടു. ജമ്മുകാശ്മീരിലെ ത്രാലിൽ സൈന്യവുമായി നടന്ന ഏറ്റുമുട്ടലിലാണ് 3 ഭീകരരെ സൈന്യം വധിച്ചത്. പുൽവാമ ആക്രമണത്തിന് ശേഷം ഇതുവരെ 18 ഭീകരരെ വധിച്ചതായി സുരക്ഷാ സേന അറിയിച്ചു. ദക്ഷിണ കശ്മീരിലെ ത്രാലിൽ സൈന്യവുമായി നടന്ന ഏറ്റുമുട്ടലിലാണ് മുദാസിർ അഹമ്മദ് ഖാൻ കൊല്ലപ്പെട്ടത്. ഭീകര സംഘടനകളിലേക്ക് പ്രദേശവാസികളെ റിക്രൂട്ട് ചെയ്യുന്നതിന്റെ ചുമതലക്കാരനായിരുന്നു കൊല്ലപ്പെട്ട ജെയ്ഷെ മുഹമ്മദ് കമാൻഡർ മുദാസിർ. In the last 3 months or so, the local recruitment has come down, and that's a good sign. What I have told you is that the leadership of the JEM has been hit and hit very badly, and it is work in progress, and we are still continuing to do it. As we are sitting here now also, before I moved in, a very solid information had just come in. പുൽവാമയിലെ ചാവേർ ആക്രമണത്തിന് ആവശ്യമായ വാഹനവും സ്ഫോടക വസ്തുക്കളും എത്തിച്ചത് ഇയാളാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് തെളിവ് ലഭിച്ചിരുന്നു. പുൽവാമയിൽ സ്ഫോടനം നടത്തിയ ചാവേർ ആദിൽ അഹമ്മദ് മുസാദിർ ഖാനുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്നുവെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. 2018 ഫെബ്രുവരിയിൽ സുൻജാവാനിലെ സൈനിക ക്യാമ്പ് ആക്രമിച്ച് 6 സൈനികരെ കൊലപ്പെടുത്തിയ സംഭവത്തിലും മുദാസിർ ഖാന് പങ്കുണ്ട്. പുൽവാമ ആക്രമണത്തിന് ശേഷം ഇതുവരെ 18 ഭീകരരെ വധിച്ചതായി സുരക്ഷാ സേന അറിയിച്ചു. 2019 ഇതുവരെ 44 ഭീകരരെ വധിച്ചു. 2018 1629 തവണ പാകിസ്ഥാൻ വെടിനിർത്തൽ ലംഘിച്ചു. ഈ വർഷം ഇതുവരെ 498 തവണ പാകിസ്ഥാൻ വെടിനിർത്തൽ ലംഘിച്ചതായും ജനറൽ KJS ധില്ലൻ വ്യക്തമാക്കി. ന്യൂസ് 18 ഡൽഹി. വൈത്തിരിയിൽ നടന്ന പോലീസ് മാവോയിസ്റ്റ് ഏറ്റുമുട്ടലിൽ മജിസ്ട്രേറ്റിയൽ അന്വേഷണം പ്രഖ്യാപിച്ചു. വയനാട് ജില്ലാ കളക്ടർ AR അജയ്കുമാറിനാണ് അന്വേഷണ ചുമതല. അന്വേഷണം നടത്തി 6 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. ഏറ്റുമുട്ടൽ കൊലപാതകം നടന്നാൽ പോലീസ് അന്വേഷണത്തിനൊപ്പം മജിസ്ട്രേറ്റ് തല അന്വേഷണം നടത്തണമെന്ന നിയമ നടപടി ചൂണ്ടിക്കാട്ടി സംസ്ഥാന പോലീസ് മേധാവി നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. മാർച്ച് 6-നാണ് വയനാട് വൈത്തിരി ലക്കിടിയിലുള്ള ഉപവൻ റിസോർട്ട് പരിസരത്ത് വെച്ച് മാവോയിസ്റ്റുകളും പോലീസ് തണ്ടർബോൾട്ടും തമ്മിൽ വെടിവെപ്പ് നടന്നത്. വെടിവെപ്പിൽ മാവോയിസ്റ്റ് നേതാവ് ജലീൽ കൊല്ലപ്പെട്ടിരുന്നു. നടൻ മോഹൻലാലും ഗായകൻ KG ജയനും സ്വാമി വിശുദ്ധാനന്ദയും പത്മ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. അർഹരായ 112 പേരിൽ 56 പേർക്കാണ് ഇന്ന് പുരസ്കാരം സമ്മാനിച്ചത്. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിലാണ് രാജ്യത്തെ ഏറ്റവും വലിയ സിവിലിയൻ പുരസ്കാരങ്ങൾ സമ്മാനിച്ചത്. നടൻ മോഹൻലാൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിൽ നിന്നും പത്മഭൂഷൺ പുരസ്കാരം ഏറ്റുവാങ്ങി.
ഇത്രയും വർഷം എന്നെ സപ്പോർട്ട് ചെയ്ത എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, എൻ്റെ ഫാമിലി മെമ്പേഴ്സ്, എൻ്റെ കൊളീഗ്സ്, എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. അന്തരിച്ച മാധ്യമപ്രവർത്തകൻ കുൽദീപ് നയ്യാറിനു വേണ്ടി ഭാര്യ ഭാരതി നയ്യാർ പുരസ്കാരം സ്വീകരിച്ചു. ശാസ്ത്രജ്ഞൻ നമ്പി നാരായണൻ ഉൾപ്പെടെ 14 പേർക്കാണ് ഇത്തവണ പത്മഭൂഷൺ പുരസ്കാരം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഗായകൻ KG ജയൻ, ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി വിശുദ്ധാനന്ദ എന്നിവർ പത്മശ്രീ പുരസ്കാരം ഏറ്റുവാങ്ങി. സംഗീതജ്ഞൻ ശങ്കർ മഹാദേവൻ, നടൻ പ്രഭുദേവ, ശിവമണി, ഇന്ത്യൻ കബഡി ക്യാപ്റ്റൻ അജയ് താക്കൂർ, ഗുസ്തി താരം ബജ്രംഗ് പൂനിയ, ടേബിൾ ടെന്നീസ് പ്ലെയർ ശരത് കമൽ, ഗ്രാൻഡ് മാസ്റ്റർ ഹരിക ദ്രോണാവലി, മുൻ വിദേശകാര്യ സെക്രട്ടറി സുബ്രഹ്മണ്യം ജയശങ്കർ എന്നിവരും പുരസ്കാരങ്ങൾ സ്വീകരിച്ചു. പുരാവസ്തു ഗവേഷകൻ KK മുഹമ്മദ്, കൊൽക്കത്ത ടാറ്റ മെഡിക്കൽ സെന്റർ ഡയറക്ടർ ഡോക്ടർ മാമൻ ചാണ്ടി എന്നിവർ അടക്കം 56 പേർക്ക് അടുത്ത ഘട്ടത്തിൽ പുരസ്കാരം നൽകും. ന്യൂസ് 18 ഡൽഹി. ഇടുക്കി പ്രസ് ക്ലബ്ബ് ഏർപ്പെടുത്തിയ KP ഗോപിനാഥ് മാധ്യമ പുരസ്കാരം ന്യൂസ് 18 ചാനൽ തൃശൂർ സീനിയർ റിപ്പോർട്ടർ സുവി വിശ്വനാഥ് ഏറ്റുവാങ്ങി. തൊടുപുഴ പ്രസ് ക്ലബ്ബ് ഹാളിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ പ്രൊഫസർ ജെസി ആന്റണി പുരസ്കാരം സമ്മാനിച്ചു. പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ സംപ്രേഷണം ചെയ്ത തോൽക്കാത്ത പങ്കജാക്ഷിയും സുഭദ്രയും എന്ന വാർത്തയാണ് അവാർഡിന് അർഹമായത്. 10,000 രൂപയും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ്. ചിന്തിക്കേണ്ടത്. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ കേസിൽ കന്യാസ്ത്രീ സമരത്തെ പിന്തുണച്ചതിന് അച്ചടക്ക നടപടി നേരിടുന്ന സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കൽ വിശദീകരണം നൽകാനായി മദർ ജനറലിന് മുമ്പാകെ ഹാജരായി. അച്ചടക്ക നടപടിയിൽ കൂടുതൽ വിശദീകരണം ആവശ്യപ്പെട്ടിട്ടില്ലെന്നും കൌൺസിൽ ഒരിക്കൽ കൂടി തീരുമാനം അറിയിക്കാമെന്ന് മദർ ജനറൽ അറിയിച്ചതായും ലൂസി കളപ്പുരയ്ക്കൽ പറഞ്ഞു. 3 തവണയായി നൽകിയ നോട്ടീസുകൾക്ക് ശേഷമാണ് സിസ്റ്റർ ലൂസി കളപ്പുര ഇന്ന് രാവിലെ ആലുവയിലെ ഫ്രാൻസിസ് ക്ലാരിസ്റ്റൻ സഭ ആസ്ഥാനത്ത് ഹാജരായത്. പോലീസ് സംരക്ഷണത്തോടെയാണ് സിസ്റ്റർ എത്തിയത്. നേരിട്ടെത്തി വിശദീകരണം നൽകണമെന്നും തൃപ്തികരമല്ലെങ്കിൽ കാനൂനിക നിയമപ്രകാരമുള്ള നടപടികൾ ആരംഭിക്കുമെന്നും നോട്ടീസിൽ പറഞ്ഞിരുന്നു. മദർ ജനറലുമായുള്ള കൂടിക്കാഴ്ച അരമണിക്കൂറോളം നീണ്ടുനിന്നു. കൌൺസിൽ കൂടി തീരുമാനം അറിയിക്കാമെന്ന് മദർ ജനറൽ പറഞ്ഞതായി സിസ്റ്റർ പറഞ്ഞു. എനിക്കും പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അടുത്ത ഞങ്ങൾ കൌൺസിലൊക്കെ കൂടിയിട്ട് അടുത്ത തീരുമാനം ഞങ്ങൾ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. സഭാമന്ദിരത്തിലേക്ക് കയറിപ്പോയ സിസ്റ്റർ തിരികെ എത്തി ഒപ്പമുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് തനിക്കൊപ്പം അകത്തേക്ക് വരണമെന്നാവശ്യപ്പെട്ടു. തുടർന്ന് പോലീസ് സംരക്ഷണയിലാണ് അവർ കൂടിക്കാഴ്ചയ്ക്ക് അകത്തു കടന്നത്. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ സമരത്തെ പിന്തുണച്ചതിന്റെ പേരിലാണ് സിസ്റ്ററിന് ആദ്യ നോട്ടീസ് ലഭിക്കുന്നത്. പിന്നീട് പുസ്തകം പ്രസിദ്ധീകരിച്ചതിനും കാറ് വാങ്ങിയതിനും സമൂഹമാധ്യമങ്ങളിൽ അഭിപ്രായം പറഞ്ഞതിനും ഉൾപ്പെടെ വിശദീകരണം ചോദിച്ചിരുന്നു. സിറോ മലബാർ സഭയ്ക്ക് കീഴിൽ വരുന്ന സന്യസ്ത സഭയാണ് ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷൻ. ന്യൂസ് 18 കൊച്ചി.